വീട്ടിൽ വെച്ചിട്ടായിരുന്നു വന്ന് കണ്ടതും ഇഷ്ടപ്പെട്ടതും ഒക്കെ. പിന്നെ ഇവിടെ എൻഗേജ്മെൻ്റ് ഒക്കെ ഉറപ്പിച്ചപ്പോൾ ഒരു ഉസ്താദിനെ വിളിച്ചറിയിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു അടുത്ത ഒരു ഘട്ടത്തിൽ നടത്താം. ഇതിന് മുമ്പേ നടന്നുപോയ എല്ലാ മനുഷ്യരെയും, എല്ലാ വലിയ മഹാരഥന്മാരെയും നമ്മൾ ഓർക്കുകയാണ്. ഇവർക്ക് എന്നും എല്ലാ കാലത്തും ഞങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും, ഒപ്പം ഇവരുടെ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്ക്, അവരുടെ ജീവിതത്തിനെല്ലാത്തിനും ഞങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും എല്ലാ സമയത്തും ഉണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആരോരുമില്ലാത്ത 4 പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുകയാണ് തൃശ്ശൂർ ദേശമംഗലം MSA യത്തീംഖാന. അവരുടെ വിവാഹമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നടന്നത്. ഏകദേശം 1993 ഈ സ്ഥാപനം അവിടെ സ്ഥാപിതമായത്. ഈ അനാഥ മന്ദിരത്തിലേക്ക് എത്തുന്ന ആരോരുമില്ലാത്ത കുട്ടികൾക്ക് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവരുടെ പഠിപ്പും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം വിവാഹം വരെ ചെയ്തു കൊടുത്താണ് ഈ ഒരു സ്ഥാപനം ബാക്കിയുള്ളവർക്ക് മാതൃകയാവുന്നത് എന്ന് തന്നെയാണ് സത്യം. ഏകദേശം 1993 സ്ഥാപിതമായതിനു ശേഷം ഈ 2026 ആവുന്നതോടുകൂടി 200 യത്തീം മക്കളുടെ കല്യാണം അവിടെ വെച്ച് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ സ്നേഹവും നിറഞ്ഞ ഒരു സന്ദർഭം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വീട്ടിൽ വെച്ചിട്ടായിരുന്നു വന്ന് കണ്ടതും ഇഷ്ടപ്പെട്ടതും ഒക്കെ. പിന്നെ ഇവിടെ എൻഗേജ്മെൻ്റ് ഒക്കെ ഉറപ്പിച്ചപ്പോൾ ഒരു ഉസ്താദിനെ വിളിച്ചറിയിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു അടുത്ത ഒരു ഘട്ടത്തിൽ നടത്താം. അങ്ങനെ ഒരു ഘട്ടത്തിൽ അങ്ങനെ വിവാഹം നടത്തി. കോയമ്പത്തൂർ സ്വദേശി ഷിഫ, അതുപോലെ തന്നെ പള്ളത്ത് സ്വദേശി അൻഫിദ, അതുപോലെ തന്നെ മധുപ്പുള്ളിയിൽ നിന്നെത്തിയ ഫിദ ഫാത്തിമ, അതുപോലെ തന്നെ 4ാമത് പാലക്കാട് തെക്കേപ്പൊറ്റത്ത് ഷിഫ എന്നീ 4 പെൺകുട്ടികൾക്കാണ് പുതിയ ഒരു ജീവിതവും അതുപോലെ തന്നെ പുതിയ ഒരു മാർഗവും ഒരുക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ MSA ബനാത്ത് യത്തീംഖാന ഈ ദേശമംഗലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരുപാട് സാമൂഹ്യ മേഖലയിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിവാഹത്തിന് ആവശ്യമായ ഡ്രസ്സുകളും അതുപോലെ തന്നെ ആഭരണങ്ങളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ അതിനു ആവശ്യമായ എല്ലാ ഭക്ഷണമടക്കം എല്ലാ ചെലവുകളും ഏറ്റെടുത്ത് നടത്തുന്നത് ഈ യത്തീംഖാനയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടുത്തെ നടത്തിപ്പുകാരുള്ള ഒരാൾ ഇതിനോട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. കാരണം 200ാമത്തെ പെൺകുട്ടിയും വിവാഹം ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ ഹൃദയമായ വൈകാരിക അനുഭവമുള്ള ഒരു നിമിഷമാണിത്. ഇതിൻ്റെ മുമ്പേ നടന്നുപോയ എല്ലാ മനുഷ്യരെയും, എല്ലാ വലിയ മഹാരഥന്മാരെയും നമ്മൾ ഓർക്കുകയാണ്. ഇവർക്ക് എന്നും എല്ലാ കാലത്തും ഞങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും, ഒപ്പം ഇവരുടെ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്ക്, അവരുടെ ജീവിതത്തിനെല്ലാത്തിനും ഞങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും എല്ലാ സമയത്തും ഉണ്ടാവും. ഇന്നത്തെ ദിവസം നമ്മൾ വളരെ ആനന്ദവും പ്രാർത്ഥനയും നടത്തുന്ന ദിവസം. 4 പേർ ഒന്നിച്ച് കളിച്ചും ചിരിച്ചും പഠിച്ചും വളർന്നവരാണ്. ആ 4 പേരും ഇന്ന് വിവാഹിതരാവുകയാണ്. അതുപോലെ തന്നെ ഉസ്താദ് പറയും, നിങ്ങൾ കേട്ട് കാണും, ഇതുവരെ ഒരുപാട് വലിയ ആൾക്കാർ ഈ സ്ഥാനത്ത് ഇരിക്കുകയും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഓർക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം 4 കുട്ടികൾക്ക് ഒരു വിവാഹമൊക്കെ ഒന്ന് ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. പ്രത്യേകിച്ച് യത്തീം മക്കൾ എന്ന് പറയുമ്പോൾ വാപ്പയും ഉമ്മയും ഇല്ലാത്ത ആ കുട്ടികളുടെ ഒരു വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും തീർത്തു കൊടുക്കാൻ വേണ്ടി പറ്റുകയില്ല. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം പകരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ MSA ദേശമംഗലം യത്തീംഖാനയ്ക്ക് സാധിച്ചു എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. ഈ ഉസ്താദിനും അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിലേക്ക് അഗാധമായി സഹകരിച്ചവർക്കും സഹായിച്ചവർക്കും ഇതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ ഒരുപാട് കല്യാണങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഇത് 200ാമത്തെ ഒരു കല്യാണമാണ് ഈ നടത്തപ്പെട്ടത് എന്ന് പറയുമ്പോൾ തന്നെ ആ സ്ഥാപനത്തിൻ്റെ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് കാലങ്ങൾ ഈ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ ഇനിയും ഒരുപാട് യത്തീം മക്കൾക്ക് ഇതുപോലെ കല്യാണവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും എല്ലാം കൊടുക്കാനും ഈ സ്ഥാപനം ഉണ്ടാക്കിയവർക്കും ഇപ്പോൾ നടത്തിക്കൊണ്ടുപോകുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.